കണ്ണുകളെ അന്ധമാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. ഒരു പക്ഷേ ഇതൊന്നും കാണാൻ കണ്ണിന് കാഴ്ചയില്ലായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു നിമിഷം. ലിബിയയുടെ കടൽ തീരത്ത് ഇസ്ലാമിക തീവ്രവാദികൾ 21 കോപ്റ്റിക് ക്രൈസ്തവരുടെ ശിരസ്സറുത്ത് കൊന്നതിന്റെ ക്രൂരത നടമാടിയ മനുഷ്യക്കൂട്ടക്കുരുതിയുടെ 2015 ഫെബ്രുവരി 15 പുറത്തുവന്ന വീഡിയോ ദൃശ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴുത്തറക്കാൻ വിധിക്കപ്പെട്ട് കശാപ്പുകാരന്റെ മുൻപിൽ തല കുനിച്ചു നിൽക്കുന്ന കുഞ്ഞാടുകളെ പോലെ അവർ 21 പേർ. ഓറഞ്ച് ജംപ്സ്യൂട്ട് ധരിച്ചവർ, പിന്നിൽ മുഖം മറച്ച് ഭീകരർ. അവരുടെ മനസ്സിനും വസ്ത്രത്തിനും ഒരേ നിറമായിരുന്നു, കറുപ്പ്. അവരുടെ നേതാവ് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. കുരിശിന്റെ ആളുകൾക്കെതിരെ, ശത്രുക്കളായി തങ്ങൾ കരുതുന്ന ഈജിപ്ഷ്യൻ സഭയുടെ അനുയായികൾക്കെതിരെ. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആമുഖ പ്രഭാഷണത്തിന് ശേഷം അയാൾ പറഞ്ഞതിന്റെ സാരാംശം ഇങ്ങനെയായിരുന്നു: അല്ലയോ കുരിശു യുദ്ധക്കാരി, സുരക്ഷ എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ആഗ്രഹം മാത്രമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെയും, യേശു ഇറങ്ങി വരുന്നത് വരെയും, കുരിശു തകർക്കുന്നത് വരെയും, പന്നികളെ കൊന്നൊടുക്കുന്നത് വരെയും, ഷെയ്ഖ് ഒസാമ ബിൻ ലാദന്റെ മൃതദേഹം മറവ് ചെയ്ത കടലിനെ ഇല്ലാതാക്കുന്നത് വരെയും ഞങ്ങൾ നിങ്ങളുടെ രക്തം കടലിൽ കലർത്തും. അനന്തരം അവർ ആ നിരപരാധികളുടെ കഴുത്തറുക്കാൻ തുടങ്ങി. ആ ക്രൂരത കണ്ട് തിരകൾ തീരത്ത് അലതല്ലി. പച്ച മാംസത്തിൽ കത്തി കയറുന്നതിൻ്റെ തീവ്ര വേദനയിലുള്ള നിലവിളിയും അതിനിടയിൽ യാ റബ്ബ് യേശുവ എന്ന അവരുടെ പ്രാർത്ഥനയും കടൽക്കാറ്റിൽ നിറഞ്ഞു. ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതകളുടെ പച്ചയായ ആവിഷ്കരണമായിരുന്നു അന്ന് ലിബിയയുടെ കടൽ തീരത്ത് അരങ്ങേറിയത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ 21 പേരെയും രക്തസാക്ഷികളായും വിശുദ്ധരായും പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും. ആ 21 പേരും കത്തോലിക്കരോ ഓർത്തഡോക്സ് കോപ്റ്റുകളോ ലൂതറൻസോ ആരുമായിക്കൊള്ളട്ടെ, അവർ ക്രൈസ്തവരാണ്, യേശു എന്നെ സഹായിക്കൂ എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. വേണമെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാമായിരുന്നു. മാനുഷികമായി നോക്കുമ്പോൾ ഏറെ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരുന്നവർ. പക്ഷെ അവർ തങ്ങളുടെ ഭൗമികമായ ആഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചില്ല. അവരുടെ നോട്ടം അനശ്വരതയിലായിരുന്നു. ഈ ലോകത്തിനപ്പുറമുള്ള നിത്യതയിൽ ദൈവത്തോടൊത്തായിരിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ക്രിസ്തുനാമം മരണത്തിന്റെ വേളയിലും ഉറക്കെ ഉരുവിട്ട് അവർ രക്തസാക്ഷിത്വത്തിന്റെ കിരീടം ചൂടി. ഓ, എന്തൊരു വിശ്വാസം, എന്തൊരു ധീരത!